ലഹരി വേരോടെ പിഴുതെറിയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുവെന്നും ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാരിനോടൊപ്പം പൊതുസമൂഹത്തിന്റെ ഇടപെടലും ഇതിനായി വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി വിനയരാജാണ് ചേരുന്നത്. വിനയ, ഇപ്പോൾ ഈ ഒരു പരിശോധനകളെല്ലാം ഊർജിതമായി നടക്കുന്നുണ്ട്. എന്തായാലും ഇതിനൊരു തടയിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും വ്യക്തമാക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? കാളിദാസ്, എന്തായാലും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ യോഗത്തിൽ പ്രധാനമായും പറഞ്ഞത് ഈ ലഹരി വ്യാപനം തടയുന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് പ്രധാനമായും വ്യക്തമാക്കിയത്. ഈ ലഹരി വ്യാപനം സംസ്ഥാനത്ത് അല്ലെങ്കിൽ ലഹരി വേരോടെ പിഴുതെറിയുകയാണ് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഇത് സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല, പൊതുസമൂഹത്തിന്റെ ഇടപെടൽ കൂടി വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂടാതെ തന്നെ കുട്ടികളിൽ ലഹരി ഉപയോഗവും അല്ലെങ്കിൽ അക്രമ സ്വഭാവങ്ങളടക്കം തന്നെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. അത് പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഗൗരവകരമായി അത് ബാധിക്കുന്നുണ്ട്. ലഹരി വേരോടെ അറുത്തുമാറ്റുന്നതിന് സർക്കാരിനോടൊപ്പം തന്നെ പൊതുസമൂഹവും ഇടപെടണമെന്നും അദ്ദേഹം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഭരണ നടപടികൾക്കൊപ്പം ഈ വേരോട് അല്ലെങ്കിൽ ലഹരി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടത്തുന്ന ഭരണ നടപടികൾക്കൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള ഇടപെടലും വേണം. അതിനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു യോഗം ചേർന്നിരിക്കുന്നത്. ഈ യോഗത്തിൽ തന്നെ പ്രധാനമായും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി സാമൂഹിക സാംസ്കാരിക വിദ്യാർത്ഥി സംഘടനകളടക്കം തന്നെ പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ചേരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടി അഭിപ്രായങ്ങൾ തേടും. എങ്ങനെയാണ് ഈ ഒരു ലഹരി ഇല്ലാതാക്കാൻ പറ്റുക, സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതെറിയാൻ സാധിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുടെ കൂടി അഭിപ്രായങ്ങൾ തേടും. ആ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും നടപടികളിലേക്കടക്കം തന്നെ കടക്കുക. കൂടാതെ തന്നെ ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, അതിന് കാരണമാകുന്ന പല ഘടകങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഈ മാതാപിതാക്കളടക്കം തന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ വീട്ടിൽ തനിച്ചാണ്, അവർ ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിലാണ് പലപ്പോഴായി വിദ്യാർത്ഥികൾ ഈ ലഹരിക്ക് അടിമയാകുന്നത്. ഈ ലഹരി വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ കൊണ്ടുവരുന്നതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്നത് ഈ ഏജന്റുമാരാണ്, ലഹരി വിൽക്കുന്ന ഏജന്റുമാരാണ്. അവരെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നടക്കം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ വിദ്യാർത്ഥികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അധ്യാപകരും കൂടാതെ രക്ഷിതാക്കളും സമയം മാറ്റിവെക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രധാനമായും ഈ വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ ഈ അക്രമ സ്വഭാവങ്ങളെ അടക്കം തന്നെ ഒഴിവാക്കേണ്ടതുണ്ട്. അതിൽ അവരെ കൂടുതൽ കായികമായിട്ടുള്ള അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ സ്കൂളുകളിലും മറ്റും കേന്ദ്രീകരിക്കണം. ഈ സമൂഹത്തിൽ നിന്ന് ഈ ലഹരി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഈ വിദ്യാലയങ്ങളാണ്. ഈ വിദ്യാലയങ്ങളിൽ നിന്ന് വേണം ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടി. അതിനുവേണ്ടി ഈ സൂംബ ഡാൻസും മറ്റും വിദ്യാലയങ്ങളിൽ കൊണ്ടുവരണമെന്നും അതിനുള്ള അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ പ്രധാനമായും ഈ സൂംബ ഡാൻസ് മറ്റും വിദ്യാലയങ്ങളിൽ കൊണ്ടുവരുമ്പോൾ അത് വിദ്യാർത്ഥികളിലുള്ള അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കുന്നതിനുള്ള കാരണമാകുമെന്നടക്കം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ബാല്യ കൗമാര യൗവന കാലം നേരിടുന്ന ഏറ്റവും ഗൗരവകരമായിട്ടുള്ള അവസ്ഥയാണിപ്പോൾ ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. കുട്ടികളിലെ ലഹരി ഉപയോഗം ആഗോളതലത്തിൽ ഉണ്ടാക്കുന്ന പ്രതിഭാസം എന്ന് വേണമെങ്കിലും പറയാമെന്നും ലഹരി കടത്ത് ലോകമാകെ നേരിടുന്ന പ്രശ്നമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടിയെടുക്കുന്നത് കേരളമാണെന്നും കേരളത്തിലാണ് ഇത്തരത്തിൽ കർക്കശമായിട്ടുള്ള ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷകളടക്കം തന്നെ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികളടക്കം തന്നെ ഇനി ശ്രദ്ധിക്കണം. വിദ്യാലയങ്ങളിൽ അടക്കം തന്നെ നടപടികൾ കൊണ്ടുവരണം. രക്ഷിതാക്കളും അധ്യാപകരും അടക്കം ഈ വിദ്യാർത്ഥികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവർക്ക് വേണ്ടിയുള്ള സമയം മാറ്റിവെക്കണം. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം. അവരെ ഏകാന്തതയിലാകാൻ അനുവദിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥി സംഘടനകളടക്കം വിദ്യാർത്ഥി അധ്യാപക സിനിമാ മേഖലയിലുള്ള വിവിധ സംഘടനകളടക്കം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി അവരുടെ കൂടി അഭിപ്രായങ്ങൾ ആരായും അവരുടെ കൂടി അഭിപ്രായങ്ങൾ തേടിയ ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് അടക്കം തന്നെ എന്തായാലും കടക്കുക. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, കൂടാതെ MP രാജേഷ്, മന്ത്രി വീണ ജോർജ്, ചീഫ് സെക്രട്ടറി തുടങ്ങിയവരടക്കം തന്നെ മന്ത്രി ബാലഗോപാൽ തുടങ്ങിയവരടക്കം തന്നെ എന്തായാലും യോഗത്തിൽ ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ട്. കാളിദാസ്.